ഭർത്താവിന്റെ വൃക്ക വിറ്റ് ലഭിച്ച പണവുമായി യുവതി കാമുകനോടൊപ്പം ഒളിച്ചോടി. പശ്ചിമ ബംഗാളിലെ ഹൗറയിലാണ് സംഭവം. ഭർത്താവിന്റെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവതിയെയും കാമുകനെയും പിന്നീട് കണ്ടെത്തി. ഹൗറയിലെ സംഗറൈൽ സ്വദേശിയായ യുവതിയാണ് ഭർത്താവിന്റെ വൃക്ക വിറ്റ് കിട്ടിയ 10 ലക്ഷം രൂപയുമായി കാമുകനോടൊപ്പം ഒളിച്ചോടിയത്. യുവതിയുടെ നിർബന്ധപ്രകാരമാണ് ഭർത്താവ് വൃക്ക വിൽക്കാൻ സമ്മതിച്ചെന്നും എന്നാൽ പണം കിട്ടിയതിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട കാമുകനോടൊപ്പം യുവതി ഒളിച്ചോടുമെന്നാണ് റിപ്പോർട്ട്. മകളുടെ പഠനത്തിനും വിവാഹാവശ്യത്തിനും പണം കണ്ടെത്താനായെന്നാണ് യുവതി ഭർത്താവിനോട് വൃക്ക വിൽക്കാൻ ആവശ്യപ്പെട്ടത്. പണം കിട്ടിയാൽ കുടുംബത്തിലെ ദാരിദ്ര്യം മാറുമെന്നും യുവതി പറഞ്ഞു. യുവതിയുടെ നിർബന്ധപ്രകാരം ഭർത്താവ് വൃക്ക വിൽക്കാൻ തയ്യാറായി. 3 മാസം മുമ്പ് വൃക്ക വാങ്ങാൻ തയ്യാറായ ഒരാളെ കണ്ടെത്തി. തുടർന്ന് വൃക്ക നൽകി പണവും വാങ്ങി. വൃക്ക വിറ്റ് കിട്ടിയ പണം കൊണ്ട് കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ മാറുമെന്നും ഭാവിയിൽ മകളുടെ വിവാഹം നല്ല രീതിയിൽ നടത്താമെന്നായിരുന്നു യുവതിയുടെ തീരുമാനം. എന്നാൽ ഇതേസമയം ഭാര്യ കാമുകനോടൊപ്പം നാടുവിടാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. ഭർത്താവിന്റെ 10 ലക്ഷം രൂപയുമായി പരക്പൂർ സ്വദേശിയായ യുവാവിനൊപ്പമാണ് യുവതി ഒളിച്ചോടിയത്. പെയിന്റിംഗ് തൊഴിലാളിയായ ഇയാളുമായി യുവതി ഫേസ്ബുക്ക് വഴിയാണ് പരിചയപ്പെട്ടത്, പോലീസ് പറഞ്ഞു. ഇരുവരും ഒളിച്ചോടിയത് പിന്നാലെ ഭർത്താവ് പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും ബരക്പൂരിലുണ്ടെന്ന് കണ്ടെത്തിയത്. പിന്നാലെ യുവതിയുടെ ഭർത്താവും 10 വയസ്സുള്ള മകളും ഭർത്തൃമാതാപിതാക്കളും അവിടെയെത്തി. എന്നാൽ യുവതി ആദ്യം പിന്നീട് വീടിന് പുറത്തിറങ്ങാനോ സംസാരിക്കാനോ തയ്യാറായില്ലെന്നാണ് റിപ്പോർട്ട്. ഭർത്താവിന് ചെയ്യാൻ കഴിയുന്നത് ചെയ്യട്ടെ എന്നായിരുന്നു യുവതിയുടെ പ്രതികരണം. വിവാഹമോചന ഹർജി ഫയൽ ചെയ്യുമെന്ന് യുവതി പറഞ്ഞതായും റിപ്പോർട്ടുകളിലുണ്ട്. അവയവ കച്ചവടം 1994 മുതൽ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ളതാണ്. എന്നാൽ ദാരിദ്ര്യ സാഹചര്യത്തിൽ കഴിയുന്ന പലരും പണം വാങ്ങി അവയവം വിൽക്കുന്നത് രാജ്യത്തിന്റെ പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.